നഴ്സുമാരുടെ ശമ്പള വർധനവിൽ മലക്കം മറിഞ്ഞ് തൃശൂർ അമല ആശുപത്രി. ഇത്തരത്തിൽ യാതൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ. പുത്തഞ്ചിറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം മാസങ്ങളായി ചേർന്നിട്ടില്ലെന്ന് ആക്ഷേപം. പകർച്ചപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി HMC യോഗം വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ. അശാസ്ത്രീയമായ കാനനിർമ്മാണം മൂലം മലിനജലം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെള്ളാങ്കുളൂർ പഞ്ചായത്തിലെ പട്ടുറുപാലം പ്രദേശത്താണ് ദുരിതം രൂക്ഷമായിരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശമ്പള വർധനവിൽ മലക്കം മറിഞ്ഞ് തൃശൂർ അമല ആശുപത്രി. ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിച്ചെന്നും ശമ്പള വർധനവ് അംഗീകരിച്ചുമെന്നുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം ആശുപത്രി അധികൃതർ തള്ളി. ഇത്തരത്തിൽ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും സമരവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അമല ആശുപത്രിയിലെ നഴ്സിംഗ് സമരം അവസാനിച്ചുവെന്നും ശമ്പള വർധനവ് നടപ്പാക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചുവെന്നുമുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് അമല ആശുപത്രി അധികൃതർ അറിയിച്ചു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയോ തീരുമാനമോ ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ജൂബിലി മിഷൻ ആശുപത്രിയുമായി ചേർന്നുള്ള ചർച്ചകൾക്കും സംയുക്ത തീരുമാനങ്ങൾക്കും മാത്രമാണ് തയ്യാറെന്നും ഈ നിലപാട് ജില്ലാ ലേബർ ഓഫീസറെ അറിയിച്ചിട്ടുണ്ടെന്നും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ CMI അറിയിച്ചു. അമല ആശുപത്രിയിൽ ശമ്പള വർധനവ് നടപ്പാക്കിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചുവെന്ന രീതിയിലുള്ള അറിയിപ്പുകൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പേജുകളിലും ഗ്രൂപ്പുകളിലും പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയത്. മീഡിയ ടൈം, തൃശൂർ. പുത്തഞ്ചിറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം മാസങ്ങളായി ചേർന്നിട്ടില്ലെന്ന് ആക്ഷേപം. പകർച്ചപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി HMC യോഗം വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് അംഗങ്ങൾ അധികാരികൾക്ക് പരാതി നൽകി. പകർച്ചപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമേഖല കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയത്താണ് പുത്തഞ്ചിറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം മാസങ്ങളായി ചേർന്നിട്ടില്ലെന്ന പരാതി ഉയരുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും നിലവിലെ ആരോഗ്യ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാനും ആവശ്യമായ HMC യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം. കോൺഗ്രസ് അംഗങ്ങളായ PC ബാബു, ജോപ്പി മങ്കിടിയാൻ, TP പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ആശുപത്രി സൂപ്രണ്ടിന് രേഖാമൂലം നിവേദനം നൽകി. പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ആശുപത്രിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുമായി HMC യോഗം വൈകാതെ വിളിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. അശാസ്ത്രീയമായ കാനനിർമ്മാണം മൂലം മലിനജലം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെള്ളാങ്കുളൂർ പഞ്ചായത്തിലെ പട്ടുറുപാലം പ്രദേശത്താണ് ദുരന്തം രൂക്ഷമായിരിക്കുന്നത്. പ്രദേശവാസികളുടെ ആരോഗ്യവും യാത്രാ സുരക്ഷയും അപകടത്തിലാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മഴയെയും പ്രളയത്തെയും അതിജീവിക്കാൻ ലക്ഷ്യമിട്ട് ജർമ്മൻ ബാങ്കായ KfW-വിന്റെ സാമ്പത്തിക സഹായത്തോടെ KSTP നിർമ്മിച്ച കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലാണ് പുതിയ പരാതികൾ ഉയരുന്നത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പട്ടുറുപാലം പ്രദേശത്ത് മുൻപ് മഴവെള്ളം ഒഴുകിപ്പോകാനുണ്ടായിരുന്ന കാന റോഡ് നിർമ്മാണത്തിനിടെ മൂടിപ്പോയതാണ് വെള്ളക്കെട്ട് രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നു. റോഡരികിൽ പുതിയ കാന നിർമ്മിച്ചെങ്കിലും അത് പട്ടുറുപാലം തോട്ടിലേക്ക് ബന്ധിപ്പിക്കാത്തതിനാൽ മഴവെള്ളം ഒഴുകിപ്പോകാതെ പ്രദേശത്ത് കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ സാമൂഹ്യ വിരുദ്ധർ സമീപത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് തള്ളുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മഴവെള്ളത്തോടൊപ്പം റോഡിലേക്ക് ഒഴുകിയെത്തുന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇതോടെ രൂക്ഷമായ ദുർഗന്ധവും കൊതുക് ശല്യവും വർദ്ധിച്ച് ആരോഗ്യ ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. റോഡും ഫുട്പാത്തും തമ്മിലുള്ള ഉയരവ്യത്യാസം കാരണം കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും പതിവായി അപകടത്തിൽപ്പെടുന്നതായും പരാതി ഉയരുന്നു. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ അടിയന്തരമായി പരിഹരിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും പ്രദേശം ശുചീകരിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോൺഗ്രസ് നേതാക്കളായ സാബു കണ്ടത്തിൽ, KI നജാഖ്, പ്രജോബ് അശോകൻ, മഹേഷ് ആലിങ്കൽ എന്നിവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഏകദേശം പട്ടരുപാലം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ കാലാകാലങ്ങളിലുണ്ടായിരുന്ന കാണ, വെള്ളം ഒലിച്ചു പോകാനുള്ള കാണ മൂടി അത് അശാസ്ത്രീയമായി നിർമ്മാണം നടത്തിയതിന്റെ ഫലമായിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് പണിത റോഡിന്റെ മീതെ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരാതികൾ ജനങ്ങൾ പറഞ്ഞിട്ടും അധികാരികൾക്ക് കൊടുത്തിട്ടും ബഹുമാനപ്പെട്ട OJ ജനീഷ് മിനിസ്റ്റർ
സ്ഥലം നേരിട്ട് പരിശോധന നടത്തി കളക്ടർ റിപ്പോർട്ട് കൊടുത്ത് കളക്ടർ അധികാരികൾ പറഞ്ഞിട്ട് പോലും അനങ്ങാപ്പാറ നയമാണ് ഇത്തരം ആളുകൾ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വെള്ളം ഒഴുകാനായിട്ട് ഉള്ള കാണ മൂടിയതിന്റെ ഫലമായി ഈ പ്രദേശത്ത് മുഴുവനും മാലിന്യം നിറഞ്ഞ വെള്ളത്തിലേക്കായിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതിന്റെ പുറകിൽ വശം മൊത്തമായിട്ട് മാലിന്യമാണ്. ഈ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധര് കോഴി മാലിന്യവും എല്ലാവരും കൊണ്ടുവന്ന് ഇവിടെ വിതറുന്നത് കൊണ്ട് തന്നെ, ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വിതറുന്നത് കൊണ്ട് തന്നെ ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇവിടെ ഈ നടക്കുന്ന ഒരാൾക്ക് പോലും ദുർഗന്ധം ശ്വസിച്ചിട്ട് വേണം പോകാനെന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എത്രയും വേഗം ഈ റോഡ് നിർമ്മാണം നടത്തിയ അധികാരികളെ ഉണർന്നു പ്രവർത്തിച്ച് ഈ കാണ വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ സമര പരിപാടികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനവും ഈ രാജ്യത്തെ പൊതുജനങ്ങളും നേതൃത്വം നൽകുമെന്ന് അറിയിക്കുകയാണ് ഞങ്ങൾ. റോഡ് നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അന്യസംസ്ഥാനക്കാരിയായ യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ മാള പോലീസാണ് പിടികൂടിയത്. മാളയിൽ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി അന്യസംസ്ഥാനക്കാരിയായ യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിലാണ് പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബൂബ മണ്ഡൽ അറസ്റ്റിലായത്. ജൂലൈ 4 വൈകിട്ടാണ് സംഭവം. അതിജീവിത താമസിച്ചിരുന്ന മുറിയിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിജീവിതയുടെ കാൽപാദം ഒടിഞ്ഞ് പരിക്കേറ്റു. തുടർന്ന് യുവതിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ മാള പോലീസ് പിടികൂടി. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ വിശാഖ് കെ വിശ്വൻ, എസ്.ഐ. വിനോദ് കുമാർ MS, എസ്.ഐമാരായ നജീബ് ബാവ, സാജിദ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോയി ഡെന്നിസ്, ജവഹർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് മാള അൽ അസ്ഫർ സെൻട്രൽ സ്കൂളിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഹരീജ കെ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ബഷീറിന്റെ കൃതികളായ പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ എന്നീ കൃതികളിൽ നിന്നുള്ള ഹ്രസ്വ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. കൂടാതെ ബഷീർ കിസ്, വായനാ മത്സരം, ബഷീർ കൃതികളുടെ പ്രദർശനം, കഥാപാരായണം എന്നിവയും ബഷീറിന്റെ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. ചാലക്കുടി ആനമല നോർത്ത് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സനീഷ് കുമാർ ജോസഫ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റും ട്രാംവേ ജംഗ്ഷനിൽ സെന്റ് ജെയിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ നവീകരിച്ച ട്രാഫിക് മീഡിയനും സ്വിച്ച് ഓൺ ചെയ്തു. മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ സനീഷ് കുമാർ ജോസഫ് MLAയും ട്രാഫിക് മീഡിയന്റെ സ്വിച്ച് ഓൺ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റു ആലപ്പാടനും നിർവഹിച്ചു. ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റു കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OG ജനീഷിന് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ സഭാ പ്രസിഡന്റ് പ്രൊഫസർ CG ചെന്താമരാശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാമരൻ, PP രഘുനാഥൻ, OM ദിനകരൻ, കൗൺസിലർമാരായ T സജീവൻ, നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ, MS വിനയകുമാർ, VM ജോണി, സഭാ സെക്രട്ടറി PP ജ്യോതിർമയൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIയുടെ ആഭിമുഖ്യത്തിൽ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MD സുരേഷ്, ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം, മഹിളാ സംഘം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി രാജി ജോഷി, AIYF ജില്ലാ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ്, PH അബ്ദുള്ള, നജീറ നൂർദീൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖയുടെ കുടുംബസംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OG ജനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. AKVMS മേത്തല ശാഖ പ്രസിഡന്റ് TP രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളായ TK കലാദേവി, ശോഭ ജോഷി, സൂര്യ അനിൽകുമാർ,
രമ്യ മണിലാൽ എന്നിവർക്കും എടവിലങ്ങ് പഞ്ചായത്തിൽ വിജയിച്ച സിന്ധു അജയകുമാറിനും സ്വീകരണം നൽകി. കൊടുങ്ങല്ലൂർ സിവിൽ എക്സൈസ് ഓഫീസർ വിനായക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു സാണ്ടർ കെ തോമസ് എന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറാലി പറഞ്ഞു. RJD ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച 14ാമത് സാണ്ടർ കെ തോമസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ SP രവി, ജില്ലാ സെക്രട്ടറി ജോർജ് V ഐനിക്കൽ, ഹസീന നിഷാബ്, NC ബോബൻ, സാബു തെക്കൻ, ജോസഫ് കർത്തനാടൻ, ജിജു കരിപ്പായി, TO പൗലോസ്, AL കൊച്ചപ്പൻ, PK കുട്ടൻ, തോമസ് തണ്ടിയേക്കൽ, ഹനീഫ മതിലകം തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഴ്സുമാരുടെ ശമ്പള വർധനവിൽ മലക്കം മറിഞ്ഞ് തൃശൂർ അമല ആശുപത്രി. ഇത്തരത്തിൽ യാതൊരു തീരുമാനം എടുത്തിട്ടില്ലെന്നും സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ. പുത്തഞ്ചിറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം മാസങ്ങളായി ചേർന്നിട്ടില്ലെന്ന് ആക്ഷേപം. പകർച്ചപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി HMC യോഗം വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ. അശാസ്ത്രീയമായ കാനനിർമ്മാണം മൂലം മലിനജലം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെള്ളാങ്കുളൂർ പഞ്ചായത്തിലെ പട്ടുറുപാലം പ്രദേശത്താണ് ദുരിതം രൂക്ഷമായിരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.